നമ്മളിവിടെ പഞ്ചാബിൽ നങ്കൽ ഡാമിൽ നിന്ന് ബാക്കഡ ഡാം വരെ പോകുന്ന ഒരു ഫ്രീ ട്രെയിനിൽ വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഫ്രീ ട്രെയിനിൽ യാത്രയുള്ള ഭാഗ്യമില്ല. കാരണം ആ ഫ്രീ ട്രെയിൻ ഒരു മാസമായിട്ട് ഇപ്പോൾ ഓടുന്നില്ല. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ റെയിൽവേ അല്ല, ഇത് ഒരു പ്രൈവറ്റ് റെയിൽവേ ആണ്. BBMB എന്ന് പറയുന്നത് ബാക്കഡ ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡ് ഇവിടെ ഈ നങ്കൽ എന്ന സ്ഥലത്ത് നിന്ന് ബാക്കഡ ഡാം വരെ ഓടിക്കുന്ന ഒരു 1950 കാലഘട്ടങ്ങളിൽ മുതൽ ഓടിക്കുന്ന ഒരു പ്രൈവറ്റ് ട്രെയിനാണ്. അതൊരു ഫ്രീ ട്രെയിനാണ്, നമുക്ക് ഇതിൽ പൈസ കൊടുക്കേണ്ട യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കിടക്കുന്നതാണ് ആ ട്രെയിൻ എന്ന് പറയുന്നുണ്ടോ, എന്തോ പഴയ ട്രെയിനാണ്. പഴയ റേക്കും പഴയ തടി കൊണ്ടുള്ള കോച്ചുകളും സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഇത് അൺഫോർച്ചുനേറ്റ്ലി ഓടുന്നില്ല. നമ്മളിതിൽ യാത്രയാണെന്ന് പറഞ്ഞാണ് വന്നത്. ഞാൻ പല വഴി നോക്കി ഇത് ഓടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, പക്ഷേ ആരും ഒന്നും അപ്ഡേറ്റ് ഒന്നും ഇട്ടില്ലായിരുന്നു നെറ്റിലൊന്നും. പക്ഷേ ഇതിപ്പോൾ ഓടുന്നില്ല, കണ്ടോ. ഇതാണ് ഇപ്പോൾ നമുക്ക് വന്നത് വെറുതെ ഏപ്പി ആകെ. ഇത് വന്ന് ഓടുന്നില്ലാതെ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സൊക്കെ മടുത്ത് ആകെ വല്ലാണ്ടായിപ്പോയി. എന്തായാലും നിങ്ങളെ ഇവിടെ കാണിക്കാമെന്ന് വെച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നങ്കൽ ഡാം ബാക്കഡ റെയിൽവേ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേഷനാണിത്, നങ്കൽ ടൗൺഷിപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു ഫ്രീ ട്രെയിൻ പോകുന്നത്. ഇവിടെ നിന്നൊരു 13 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ വല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സോറി, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇത് സംഭവങ്ങളൊക്കെ കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് നങ്കലിൽ നിന്ന് ഉന പോയിട്ടായിരിക്കും ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ കിടക്കുന്ന ലോക്കോ ഉണ്ടോ, ആ ലോക്കോ ആണ് ഇവിടുത്തെ ട്രെയിനുകളൊക്കെ കൊണ്ടുപോകുന്നത്. എനിക്ക് എന്തോ ലുക്കുള്ള ലോക്കോ നോക്കിയാൽ ഡീസൽ ലോക്കോ ആണ്. L3 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഇവരുടെ തന്നെ ലോക്കോ ആണ്. ആ ലോക്കോയൊക്കെ തന്നെ കാണും ഒരു 100 വർഷത്തിൽ അടുപ്പിച്ച് പഴക്കം. 1950 കാലഘട്ടങ്ങളിൽ ഓടാൻ തുടങ്ങിയ ഒരു റെയിൽവേ ആണ്. അപ്പോൾ ആ ലോക്കോയ്ക്കും അത്രയും പഴക്കം ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻ്റ് ലോക്കോ ആവാനാണ് ചാൻസ്. അപ്പോൾ അതാണ് ഈ ഇവിടുത്തെ വണ്ടികൾക്ക് ഓടുന്ന ലോക്കോ. ഇതാണ് കോച്ച്, കണ്ടോ, തടി കോച്ചാണ്. ഇതുണ്ട്, ഫുൾ തടിയാണ്, നീല നിറത്തിൽ പെയിൻ്റൊക്കെ അടിച്ചൊരു തടി കോച്ച്, ഒരു റേക്കാണത്. 1 2 3 4 കോച്ചുള്ള റേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഒരു മാസമായിട്ട് ഇപ്പോൾ ഓടുന്നില്ലെന്നാണ് ഇവിടെ പറഞ്ഞത്. അത് അവിടെ എന്തോ പോകുന്ന വഴിക്ക് റൂട്ടിൽ പോകുന്ന വഴിക്ക് എന്തോ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസത്തേക്ക് ഇത് സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇത് സസ്പെൻഡ് ചെയ്ത കാര്യം നെറ്റിലോ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് റിവ്യൂവിലോ ഒന്നുമില്ല. സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് എന്തോ പറയാനേ. ഇത് ഇവിടുത്തെ ഗുഡ്സ് വാഗണാണ് കേട്ടോ, പഴയ ടൈപ്പ് ഇരുമ്പിൻ്റെയാണ് കണ്ടോ. പക്ഷേ പാസഞ്ചറിൻ്റെ ഇത് തടിയാണ്. കൊള്ളാം, നൈസാണ് കേട്ടോ, അടിപൊളിയാണ്, നൈസ് സംഭവം. എന്തായാലും അടിപൊളിയാണ്. നമുക്കിവിടെ അതിൽ നിന്ന് എണിക്കാൻ പറ്റത്തില്ല. അവർ ഭയങ്കര ഒരു വൃത്തിയായിട്ട് ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഓഫീസർമാരൊക്കെ. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ അവർ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുമാതിരി സ്വഭാവമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നത്, അപ്പോൾ ഇത് കാണാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പം കറങ്ങി തിരിഞ്ഞിക്കാതെ വേഗം പൊക്കോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. ആ ലോക്കോ കാണാൻ വേണ്ടി ഒരു യുണീക്ക് ലുക്കാണ്. നോക്കി എന്ത് ലുക്കാണ് കാണാൻ വേണ്ടി. BR എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു പച്ച കളർ ഡീസൽ ലോക്കോ ആണ്. അതിൻ്റെ പുറയിലും വേറെ 2-3 ഡീസലൊക്കെ കിടപ്പുണ്ട്. അത് ഇവിടുത്തെ ട്രിപ്പ് ഷെഡാന്ന് തോന്നുന്നു. ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ഈ ഒരു സംഭവത്തിന് ഒരു ബന്ധവുമില്ല. ഇതൊരു സെപ്പറേറ്റ് റെയിൽവേയാണ്. ബാക്കഡ റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോച്ച് കണ്ടോ. അതിനകത്ത് കോച്ചിനകത്ത് സീറ്റല്ല, ബെഞ്ചാണ് കണ്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ബെഞ്ചാണ് കണ്ടോ, ബെഞ്ചാണ്. അപ്പോൾ ഇതാണ് ബാക്കഡ റെയിൽവേയുടെ കോച്ച്. സംഭവമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ലോക്കോ ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇത് ഇമ്പോർട്ടഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ട് ലുക്ക് ഉണ്ട് നോക്കും, ഇമ്പോർട്ടഡ് അതേ പുറത്തെയൊക്കെ ലോക്കോസില്ല അതേപോലത്തെ ലോക്കോ ഉണ്ടോ, നല്ല ലോക്കോ ആണ്. നമുക്ക് ഇതിൻ്റെ പുറകെ യാത്ര ചെയ്യാൻ ഭാഗ്യമില്ല. ഇനി നമുക്ക് വരുമ്പോൾ എന്തായാലും നോക്കാം, അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറയാനാ. ഇവിടുത്തെ ട്രെയിനിൻ്റെ ടൈം ടേബിളാണ് ഇത് വെച്ചിരിക്കുന്നത്. രാവിലെ ഉണ്ട്, വൈകിട്ടുണ്ട്. രാവിലെ 7:05 പോകുന്നത് തിരിച്ച് 9 മണിക്ക് വരും. പിന്നെ വൈകിട്ട് 3:05 പോകുന്നത് തിരിച്ച് വൈകിട്ട് 5 മണിക്ക് വരും. അങ്ങനെയാണ് ടൈമിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും ഓടുന്നില്ല, പണ്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നങ്കൽ ഡാം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ബാക്കഡ റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഓടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് ഒരു മാർഗ്ഗമില്ല. നമ്മൾ ഇതിന് റിസർവേഷൻ ഇല്ല, ബുക്കിംഗ് ഇല്ല. ഇത് കംപ്ലീറ്റ്ലി പ്രൈവറ്റാണ്. മീൻസ് ഈ BBMB എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെയാണ്. ഞാൻ പറഞ്ഞില്ല, ബാക്കഡ ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡിൻ്റെ. അപ്പോൾ അവരുടെയാണ് ഈ സംഭവം. അപ്പോൾ അവരുടെ ഞാൻ പല വഴിക്ക് നോക്കിയിട്ടാണ് വന്നത്. കാരണം എന്നോട് പലരും പറഞ്ഞു ഇതേപോലെ ഇത് ഓടുന്നുണ്ടോ ഇപ്പോൾ ഒന്നും അറിയത്തില്ല. മീൻസ് എപ്പോഴും ഓടുന്നുണ്ട്, പക്ഷേ ഇത് ചില സമയത്തൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ പണി കാരണം ഇവരിത് നിർത്തിവെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല വഴിക്ക് നോക്കി, പല ആൾക്കാരുടെ വഴി നോക്കിയിട്ടും സംഭവം ഒന്നും അറിയാൻ പറ്റുന്നില്ല, ഇതെന്താണ് ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് വന്നതാണ്. പക്ഷെ വന്നത് പളിപ്പി, എന്ത് ചെയ്യാൻ, നമുക്ക് ഭാഗ്യമില്ല. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഓടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി വരണം, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് ഞാൻ ക്ലിയറായിട്ട് പറയാം. ഇത് പഞ്ചാബ് സംസ്ഥാനമാണ്.
ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിൻ്റെ ഹിമാചൽ പ്രദേശിൻ്റെയൊക്കെ അതിർത്തിയാണ്. അപ്പോൾ നമ്മുടെ വേൾഡിൽ തന്നെ ഹയസ്റ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമിൽ ഒരെണ്ണമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ബാക്കഡ ഡാം എന്ന് പറയുന്നത്. നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന സത്ലജ് നദിയിലാണ് ഈ ഒരു ഡാം അവർ പണിതത്. 1948 പണിയാൻ തുടങ്ങിയ ഈ ഒരു പാലം 1963 കഴിഞ്ഞത്. 15 കൊല്ലം എടുത്തു. ജവഹർലാൽ നെഹ്റുവാണ് ഇതിൻ്റെ കല്ലിടലൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ ഒരു ഡാം പണിയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡാമാണ്. അപ്പോൾ ഈ സത്ലജ് നദിയിലാണല്ലോ ഈ ഡാം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡാമിൽ നിന്നാണ് ഈ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ ഈ ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം വെള്ളം കൊടുക്കുന്നത്. ഈ കൃഷി ആവശ്യങ്ങൾക്കും അല്ലാത്ത ആവശ്യങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് ഈ ബാക്കഡ ഡാമാണ്. ഈ ബാക്കഡ ഡാമിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ പോവുകയാണെങ്കിലും അവിടെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഡാമാണല്ലോ. അപ്പോൾ ഈ ബാക്കഡ നങ്കൽ റെയിൽവേ ഉണ്ടല്ലോ, ഈ റെയിൽവേയിൽ നമുക്ക് ഇവിടുന്ന് 13 കിലോമീറ്റർ ഉണ്ട് ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന റൂട്ട്. അത് ബാക്കഡ ഡാം വരെ ഈ ട്രെയിൻ ഓടും. അപ്പോൾ ഈ ട്രെയിൻ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഈ ട്രെയിൻ മെയിൻലി അവരുണ്ടാക്കിയിരിക്കുന്നത് ആ സമയത്ത് ഈ ഡാം പണിയുന്ന സമയത്ത് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. ഈ കല്ലും മണ്ണും സംഭവങ്ങളും പിന്നെ ജോലിക്കാരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. ആ ട്രെയിൻ പിന്നെ അവർ നിർത്തിയിട്ടില്ല, ഇതിനായിട്ടും നിർത്താതെ ഇപ്പോഴും ഇവിടുത്തെ ജോലിക്കാരെയാണ് മെയിനായിട്ട് ഇവർ കൊണ്ടുവന്നത്. മെയിൻ പർപ്പസ്, ആ വണ്ടിയുടെ ആ റെയിൽവേയുടെ മെയിൻ പർപ്പസ് ഈ ജോലിക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ടൂറിസ്റ്റുകളും വന്നു തുടങ്ങി, ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയി. പക്ഷേ നമുക്ക് ബാക്കഡ ഡാം വരെയാണ് ഈ ട്രെയിൻ പോകുന്നതെങ്കിലും നമുക്ക് ഒലിൻഡാറിൻ്റെ സ്റ്റേഷൻ വരെ പോകാൻ പറ്റത്തുള്ളൂ. ഒരു 13 കിലോമീറ്റർ സ്ട്രെച്ചാണ് ഇത് ഫുള്ള്. അപ്പോൾ അതിൽ നമുക്ക് ഒലിൻഡാറിൻ്റെ സ്ഥലം വരെ പോകാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റത്തില്ല നോർമൽ പബ്ലിക്കിന്. ജോലിക്കാർക്ക് പോകാം, അവർ ബാക്കഡ ഡാമിലേക്ക് പോകുന്നവരാണല്ലോ. അപ്പോൾ ഇത് രാവിലെ പോയിട്ടാണ് സർവീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം, അവിടെ എന്തോ പണി നടക്കുന്ന കാരണം ട്രെയിൻ 1 മാസമായിട്ട് ഓടുന്നില്ലാന്ന്. എപ്പോൾ തുടങ്ങും ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ലുണ്ട്, എന്ത് പറയാനാണ്. അപ്പോൾ ഈ ബാക്കഡ ഡാമിൻ്റെ റിസർവോയറിനൊരു പേരുണ്ട്, ഗോബിന്ദ് സാഗർ റിസർവോയർ എന്നാണ് ആ റിസർവോയുടെ പേര്. അപ്പോൾ ഈ ഗോബിന്ദ് സാഗർ എന്ന് പറയുന്നത് ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. അദ്ദേഹമായിരുന്നു സിഖുകാരുടെ 10ാമത്തെ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സത്ലജ് നദിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാം ഉള്ളത്. അപ്പോൾ ഈ ഡാമിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഈ ശരിക്കും 2 ഡാമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിന് പേര് നങ്കൽ എന്നാണ്. അപ്പോൾ ഈ ബാക്കഡ ഡാമും ഉണ്ട്, നങ്കൽ ഡാമും ഉണ്ട്. അപ്പോൾ ഈ ബാക്കഡ ഡാമിൽ നിന്ന് ഇവർ ഈ വിടുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഈ സത്ലജ് നദിയിലെ വെള്ളം വരുന്നത് ഈ നങ്കൽ ഡാമിലാണ്. അപ്പോൾ ഈ നങ്കൽ ഡാം ശരിക്കും പറഞ്ഞൊരു ബാലൻസിങ് റിസർവോയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നങ്കൽ ഡാമിൽ നിന്ന് ഇവർ ഈ വിടുന്ന വെള്ളം പോകുന്നത് ഈ പല കനാലിലേക്കും പവർ സ്റ്റേഷൻസിലേക്കും സംഭവങ്ങളൊക്കെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ടൗൺഷിപ്പ് പോലാണ്. അപ്പോൾ ഈ ടൗൺഷിപ്പ് ഇവിടെ വരെയുള്ള ടൗൺഷിപ്പ്, ഇത് അപ്പുറത്ത് നങ്കൽ ടൗണാണ്. അപ്പോൾ ഈ നങ്കൽ ടൗൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥലമാണ് കേട്ടോ, അങ്ങനെ വലിയ സ്ഥലമൊന്നുമല്ല. ഇവിടെ അടുത്തുള്ള മെയിൻ സ്ഥലം ഉനാൻ എന്ന സ്ഥലമാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഉനയിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നമ്മൾ ഉനയിൽ ചെന്നിട്ട് റൂം എടുത്ത് നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ ഇവിടെ നിന്ന് ഇനി ജിന്ദ് പോകും. ജിന്ദ് പോയിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ കവർ ചെയ്യുന്നത്. ജിന്ദ് നിന്നും സോണിപ്പട്ട് വരെയാണത് പോകുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നൈസായിട്ട് അങ്ങനെ തേനിന് ഒട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അറിയാൻ വേറെ വഴിയൊന്നുമില്ല. ഇവിടെ നമുക്ക് പരിചയമുള്ള ഇവിടെ മലയാളികളോ അങ്ങനെ ആരുമില്ല, അറിയാൻ അങ്ങനെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് വന്നു, തേനൊട്ടി, കണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് ഈ ബാക്കഡ നങ്കൽ ഡാം എന്ന് പറയുന്നത് ശരിക്കും 2 ഡാമാണ്, ബാക്കഡ ഡാമും നങ്കൽ ഡാമും. അപ്പോൾ ഇവിടെ നങ്കൽ ഡാമോട് ഈ നങ്കൽ ഡാം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് ട്രെയിനിൽ കൂടെ പോകുമ്പോഴാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ബാക്കഡ ഡാമിൽ നിന്ന് ശരിക്കും വരുന്ന വെള്ളമാണ്, ഈ സത്ലജ് നദിയിലെ വെള്ളമാണ് ഈ നങ്കൽ ഡാമിൽ വരുന്നത്. അപ്പോൾ ഈ നങ്കൽ ഡാമിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് ഈ കനാലിലേക്കും പിന്നെ പവർ സ്റ്റേഷൻസിലൊക്കെ പോകുന്നത്. ആ വെള്ളമാണ് ഈ കാണുന്ന വെള്ളം. കണ്ടോ, നമുക്ക് നല്ല പച്ച നിറത്തിലുള്ള നല്ല വെള്ളം, എന്തോരം വെള്ളം നോക്കിയേ. അപ്പോൾ ഇതാണ് ബാക്കഡ ഡാമിൽ നിന്ന് വരുന്ന സത്ലജ് നദിയിലെ വെള്ളം നങ്കൽ ഡാമിൽ വന്നിട്ട് തിരിച്ച് ഈ കനാലിലേക്കും പവർ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നത്. കേട്ടോ, നോക്കിയേ, നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല മഴയില്ല, നല്ല വെള്ളമുണ്ട്, നല്ല ഇളം പച്ച നിറത്തിലുള്ള വെള്ളം. നോക്കൂ, ഇതാണ് പച്ച വെള്ളം എന്ന് പറയുന്നത്. കണ്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡും ഉണ്ട്, കാണിച്ചു തരാം ഞാനേ. അവിടെ നമുക്ക് ഡാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണാൻ പറ്റും, കാണിച്ചു തരാം. ഇതേ കണ്ടോ, അവിടെ കണ്ടോ ആ വെള്ളം ഇങ്ങനെ വരുന്നത് കണ്ടോ, അവിടെ ഷട്ടറിൽ നിന്ന്. അത് ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഡാം ശരിക്കും കാണണമെങ്കിൽ നമുക്ക് ആ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ കാണിച്ചു തരാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ബാക്കഡ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം നങ്കൽ ഡാമിൽ വന്നിട്ട് അവിടെ നിന്ന് വരുന്ന വഴിയാണ്. ഇതുണ്ടോ, നോക്ക്, നിറച്ച് വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല ഇളം പച്ച നിറം അല്ലേ, അടിപൊളി. ഈ കളറല്ല, ഇളം പച്ച എന്നൊക്കെ പറയത്തില്ല, ആ ഒരു നിറം ഉണ്ടോ, സൂപ്പർ അല്ലേ. നിറച്ച് വെള്ളമുണ്ട്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം. ഈ ആ ടൗണിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു സംഭവം കേട്ടോ, ഒരു കനാല് വേണം. നമുക്ക് നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. ആ വെള്ളത്തിൻ്റെ കളറാണ് ഹൈലൈറ്റ് കേട്ടോ.
അപ്പോൾ ഇതാണ് തിരിച്ചു വരുന്ന വെള്ളം പോകുന്ന വഴി. അപ്പോൾ ഈ നങ്കൽ ടൗൺഷിപ്പ് എന്ന ഏരിയ ശരിക്കും പറഞ്ഞൊരു പ്ലാന്റ് സിറ്റിയാണ്, ഒരു ടൗൺഷിപ്പാണ്. അപ്പോൾ ഇവിടുത്തെ റോഡിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഈ നമ്മൾ ഈ സ്ക്വയർ ടൈപ്പ് അങ്ങനത്തെ റോഡാണ്. നിങ്ങൾ മാപ്പ് നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും, മാപ്പിൽ അതുപോലെയാണ്, ഒരു പ്ലാന്റ് സിറ്റി പോലെയാണ് ഈ ഒരു സംഭവം ഉള്ളത്, ഒരു നങ്കൽ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഈ മെയിനായിട്ട് ഈ ഡാമിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഫുള്ള് ഇവരുടെ ഈ ഡാമിൻ്റെ സ്ഥലമാണ്. ഞാൻ പറയില്ല, ബാക്കഡ ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡിൻ്റെയാണ് ഈ സ്ഥലം മൊത്തം. ഈ ടൗൺഷിപ്പിൻ്റെ ആ ഒരു മാപ്പ് കണ്ടോ, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴും ഈ സെയിം ആണ് കാണാൻ പറ്റുന്നത്. കണ്ടോ, നോക്ക്, കറക്റ്റ് നമ്മൾ വരച്ചുണ്ടാക്കിയില്ല, അതേപോലെയാണ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഈ സെയിം വരച്ചുണ്ടാക്കിയ പോലെ ഇരിക്കുന്നത്. കണ്ടോ, അതിൽ താണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഡാമിൽ നിന്ന് വെള്ളം വരുന്ന വഴിയെ ആ റിവർ സത്ലജ് എന്ന് എഴുതിയേക്കുന്നുണ്ട്, അവിടെ നിന്നാണ് ആ ബാക്കഡ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. അത് കണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടാണ് നങ്കൽ ഡാം. അപ്പോൾ ഈ നങ്കൽ ഡാമിൽ നിന്നാണ് ഈ വെള്ളം ഈ വഴിക്കെല്ലാം പോകുന്നത്. കണ്ടോ, അതാണ് സംഭവം. മാപ്പ് എടുത്ത് നോക്കി സുഖമായിട്ട് അറിയാൻ പറ്റും, ഈസിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു കനാലുണ്ടല്ലോ, ഇതുപോലെ വേറൊരു കനാൽ അപ്പുറത്തുമുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെയിം ഇതുപോലെ തന്നെ, പക്ഷേ അവിടെ മൊത്തം ഗ്രില്ലിട്ടേക്കുവാണ്, ഇവിടെ ഗ്രില്ലൊന്നുമില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു റെയിൽവേയിൽ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നമുക്ക് പൈസ കൊടുക്കണ്ട. അതാണൊരു മെയിൻ അഡ്വാൻറ്റേജ്. ഈ ഒരു റെയിൽവേനെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു സംഭവമാണ്. പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷേ ഒരു ലിമിറ്റ് വിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം അവരുടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവും. നല്ല ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് പബ്ലിക്കിന് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഞാൻ പറഞ്ഞില്ല, ഒരു ബന്ധവുമില്ല, ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ഒരു ബന്ധവുമില്ല ഈ ഒരു റെയിൽവേക്ക്. ഇത് വേറെ സെപ്പറേറ്റ് സംഭവമാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് നോക്കി കാണാൻ പറ്റി, സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. എങ്ങനെയാണ് ആ ലോക്കോ, കിടില ലോക്കോ കേട്ടോ. നമുക്ക് അവിടെ അതിൽ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. കാരണം അവിടുത്തെ ആൾക്കാർ അത്ര വലിയ സുഖമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കേരളത്തിൽ വന്നാണെന്ന് കണ്ടുപോട്ടെ, വേഗം കണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് പുള്ളി ഭയങ്കര ധൃതിയായിരുന്നു. എന്തോ പറയാനാ, ഓരോരോ എക്സ്പീരിയൻസ്. നമ്മുടെ മലയാളി ട്രാവലേഴ്സ് ഉണ്ടല്ലോ, അവരൊരെണ്ണം ഇതുപോലെ അവർ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അവർക്ക് എന്തായാലും യാത്ര ചെയ്യാൻ പറ്റി, പക്ഷെ നമ്മൾ വന്നപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. ഇനിയും ഇതുപോലെ ഈ ഭാഗത്തോടെല്ലാം വരുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ വരും. എന്തായാലും യാത്ര ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു വാശി തോന്നി, എന്തായാലും യാത്ര ചെയ്തിരിക്കും. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പഴയ ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, തടി കൊണ്ടുണ്ടാക്കിയ കോച്ചുകളൊക്കെയാണ്. 1950 കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഒരു റെയിൽവേ ആണ്. ഒന്ന് ആലോചിച്ചേക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന്. ഇതാണ് നങ്കൽ ടൗൺ എന്ന് പറയുന്നത്. സാധാരണ ഒരു സ്ഥലമാണ്. ഇവിടെ കൂടുതലും ഈ സാധാരണ ഇവിടെ മീൻസ് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അങ്ങനെ സ്ഥലമൊന്നുമല്ല. കൂടുതലും ഇതേപോലെ തുണിക്കടകളും പിന്നെ ഈ ടയർ കട, കൂടുതലാണ് കുറേ ടയർ കട ഉണ്ട്. ടയർ കട, വണ്ടിക്കട, അങ്ങനെ കുറേ വർക്ക്ഷോപ്പ്, അതൊക്കെയാണ് ഇവിടെ കൂടുതൽ ഉള്ളത് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചണ്ഡീഗഡിൽ നിന്ന് രാവിലെ ഒരു വണ്ടിയുണ്ട്, ഗാന്ധിനഗറിന്ന് ദൗലത്പൂർ ചൗക്ക് എന്ന സ്ഥലമുണ്ട്, ഇവിടെ നിന്ന് കുറച്ചുകൂടെ മാറി. അത് ഹിമാചൽ പ്രദേശിലാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ് ഇവിടെ അടുത്താണ്, ബോർഡറാണ്. അപ്പോൾ ദൗലത്പൂർ ചൗക്ക് വരെ പോകുന്നൊരു വണ്ടിയാണ് വന്നത്. അതിന് വന്ന് ഇവിടെ ഇറങ്ങിയിട്ടാണ് തിരിച്ചങ്ങോട്ട് പോയി നോക്കിയപ്പോഴേക്കും അത് ഓടുന്നില്ല. അപ്പോൾ പിന്നെ പോയിട്ട് കാര്യം മനസ്സിലായിട്ട് ഞാൻ തിരിച്ച് ഇനിയിപ്പോൾ പോവാണ്. അപ്പോൾ നമ്മളിനി തിരിച്ച് ഉനയ്ക്ക് പോകുന്നത് ഇവിടെ നിന്ന് 2:45 മെമു ഉണ്ട്. ആ മെമു ലേറ്റായിട്ട് ഇടുന്നൊരു വണ്ടിയാണ്, ഒരു 3.5 മണിക്കൂർ ലേറ്റായിട്ട് ഇടുന്നൊരു റായ്പൂർ ഹരിയാന എന്ന സ്ഥലത്തു നിന്ന് ഇവിടെ അമ്പ് അന്തോര എന്ന സ്ഥലമുണ്ട്. അമ്പ് അന്തോര എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ കുറച്ചുകൂടെ പോകുമ്പോൾ ഉള്ളൊരു റൂട്ടിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നൊരു മെമു ആണ്. അതിന് കയറി നമുക്ക് ഊന പോകാമെന്ന് വെച്ചു. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഊന, ഒരു 1/4 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ കൂനിന്മേൽ കുരു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മെമു നമുക്ക് കിട്ടുമെന്ന് ഊന പോകാൻ വേണ്ടിയിട്ട്. ആ മെമു ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത് നങ്കൽ ഡാം വരെ സർവീസ് നടത്തുന്നുള്ളത്. ഇന്ന് മാത്രം. നേരത്തെ നോക്കിയപ്പോൾ ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ അവർ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. ആ വണ്ടി 3.5 മണിക്കൂർ ലേറ്റാണ്. ഇനി ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു പോകുന്ന സർവീസ് ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്താണോ എന്ന് അറിയത്തില്ല. ആ വണ്ടി ഇന്ന് ഊന പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ഇല്ല. ഇനി ട്രെയിനുള്ള വൈകിട്ട് 6:30. ഇനി ബസ്സിന് കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു ബസ് കയറി നമുക്കിനി ഊനാൻ എന്ന സ്ഥലം പോവാം. ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ആ സംഭവം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്തത്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങളെ. അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളെ എടുത്താണ് ഈ ഒരു വീഡിയോ. എനിക്ക് എന്താ പറയണ തരത്തിൽ ഞാൻ വല്ല ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ ഒരു സംഭവത്തിന് വേണ്ടി ഇവിടെ വരുമ്പോൾ അത് ഓടുന്നില്ല എന്നറിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. പോട്ടെ, സാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ആ നങ്കൽ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന 2 കനാലായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത്. കണ്ടോ, നമുക്ക് നിറച്ച് വെള്ളമാണ്. ആ ഡാമിൻ്റെ ആ ഭാഗമാണ് കാണുന്നത് അങ്ങ് ദൂരെ. ഇവിടെ ഗ്രില്ലിട്ടേക്കുന്നുണ്ട്, മര്യാദ കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, നമുക്ക്
അത് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മളന്ന് പഞ്ചാബ് ഓൺ റെയിൽസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പഞ്ചാബ് ഓൺ റെയിൽസ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഭാഗം എനിക്കൊന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് വന്ന് കവർ ചെയ്യാമെന്നാണ് ഇത്തവണ തീരുമാനിച്ചത്. പക്ഷേ ഇത്തവണ നടന്നില്ല. അപ്പോൾ ഒന്നീ പഠിച്ചാൽ മൂന്നെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ തവണ നടക്കുമായിരിക്കും. എന്തായാലും വന്നത് നമുക്ക് എന്തായാലും ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. ആ ലോക്കോയും ആ റേക്ക് കിടക്കുന്നതും പഴയ സംഭവങ്ങളും ഒക്കെ കാണാൻ പറ്റി. അതിന് വലിയ ഭാഗ്യമായി. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ, നങ്കൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ പ്രൈവറ്റ് ബസ്സും എല്ലാ ടൈപ്പ് ബസ്സും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിക്ക് കയറി നമുക്ക് ഉനയിലേക്ക് പോകാം കേട്ടോ. ഉന ഇവിടെ നിന്നൊരു അരമണിക്കൂർ അടുപ്പിച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അത് ഹിമാചൽ പ്രദേശാണ്. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബ്, നമ്മൾ പോകുന്നത് ഹിമാചൽ പ്രദേശ്. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് എളുപ്പമുണ്ട്. ഇത് ജലന്ധർ പോകുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഉന ജലന്ധർ. അപ്പോൾ നമുക്കിതിന് കയറി ഉനയ്ക്ക് പോകാം. എന്താ ദോബ കോച്ചോ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ദോബ റോഡ് വേസ്. അപ്പോൾ ഈ വണ്ടിക്ക് കയറി പ്രൈവറ്റ് ബസ്സാണേ. ഇതിന് കയറി നമുക്ക് ഉന പോവാം. ഉന കുറച്ച് പേരൊക്കെ കയറി ഇരിപ്പുണ്ട്. ഡ്രൈവർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മിക്കവാറും ഉടനെ വിടുകയായിരിക്കും. നമുക്ക് ബസ് യാത്ര നടത്താനാണ് വിധി, ട്രെയിൻ യാത്ര നടത്താനല്ല ഈ വീഡിയോയിൽ. വണ്ടി എടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ അവിടെ കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല എന്ന സ്ഥലമുണ്ട്. തിരുവല്ലയ്ക്ക് പോകുന്ന അതേ ദൂരമാണ് ഇവിടെ നിന്ന് ഊനയിലേക്ക് കേട്ടോ. കറക്റ്റ് 15 കിലോമീറ്റർ. നമ്മളിപ്പോൾ പഞ്ചാബിലാണല്ലോ, നമ്മളിപ്പോൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലേക്കാണ്. അപ്പോൾ കണ്ടക്ടറുണ്ട്. കണ്ടക്ടർ ഒരു ചിക്കാരനാണ്. നല്ല ടർബനൊക്കെ വെച്ച് നല്ല ചെത്ത് ഇതിലേക്കാണ്, അടിപൊളിയായിട്ടുണ്ട്. ഗൈസ്, ഇത് ഹിമാചൽ പ്രദേശ് ബോർഡറാണ് കേട്ടോ. അതുകൊണ്ട് വെൽക്കം ടു ഹിമാചൽ പ്രദേശ് ഒരു വലിയൊരു ഗേറ്റൊക്കെ ആയിട്ട് ഇവിടെ കണ്ടോ. അടിപൊളിയല്ലേ. ഇങ്ങനെ നമ്മൾ പഞ്ചാബിൽ നിന്നും ഹിമാചലിലേക്ക് കയറുവാണേ. ഈ ബാക്കട നങ്കൽ ഡാം പോകുന്ന ഈ ഒരു റൂട്ട് ശരിക്കും അത് ബ്രോഡ് ഗേജ് ആട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. പക്ഷേ നിങ്ങൾ മറ്റേ ഗൂഗിളിലൊക്കെ വേണം നോക്കുമ്പോൾ നാരോ ഗേജ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അത് ബ്രോഡ് ഗേജ് ട്രാക്കാണ്. പണ്ട് ഈ നങ്കൽ ഡാം ഈ ബാക്കടയിലേക്ക് മറ്റേ ബ്രോഡ് ഗേജ് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതായിരുന്നു സംഭവം. ബ്രോഡ് ഗേജ് റൂട്ടാണ്. പഴയ ടൈപ്പ് കോച്ചുകൾ. നമുക്ക് ലക്കില്ല, പണ്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നു. നമ്മളീ പോകുന്ന റോഡ് ഇത് NH 503 എന്ന് പറയും. ഇത് കിരത്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പഞ്ചാബിൽ. അവിടെ നിന്ന് ധരംശാലയ്ക്ക് പോകുന്നൊരു ഹൈവേ ആണ് കേട്ടോ. മക്ലോഡ്ഗഞ്ച് ധരംശാലയ്ക്കില്ലേ, അങ്ങോട്ടേക്ക് പോകുന്നൊരു ഹൈവേ കൂടാണ് നമ്മൾ ഉനയിലേക്ക് പോകുന്നത്. നമുക്ക് നങ്കലിൽ നിന്നും ഉനയിലേക്ക് 18 കിലോമീറ്റർ ആയിരുന്നു. 35 രൂപയാണ് നമ്മുടെ ഇത് മേടിച്ചത്. 35 രൂപയാണ് ഇവിടുത്തെ ചാർജ്, പ്രൈവറ്റ് ബസ്. അപ്പോൾ നമ്മൾ ആ ബസ്സിന് കയറി നമ്മൾ ഉനയ്ക്ക് തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ അടുത്താണ് മുറി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ദൗലത്പൂർ ചൗക്ക് പോകുന്ന ട്രാക്ക്. അമ്പന്തൗര പിന്നെ ദൗലത്പൂർ ചൗക്കൊക്കെ പോകുന്ന റൂട്ടാണിത്. സിംഗിൾ ലൈനാണ്. നമ്മൾ സാധാരണ പഞ്ചാബിൽ കൂടെ പോകുന്ന കാഴ്ചകൾ മാത്രമേ ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റൂട്ടിലെ യാത്രയുടെ വീഡിയോ ആണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഉനയിൽ നിന്ന് നമ്മൾ ജിന്ദ് പോവും. ജിന്ദ് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഹൈഡ്രജൻ ട്രെയിൻ കയറി യാത്ര ചെയ്യുന്നത്. അപ്പോൾ ജിന്ദ് പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ദൗലത്പൂർ ചൗക്കിൽ നിന്ന് ഗാന്ധിനഗർ പോകുന്നൊരു വണ്ടിയുണ്ട്. അതിന് കയറി നമുക്ക് നേരെ ജിന്ദ് പോകാൻ പറ്റും. അപ്പോൾ നാളെ ഉച്ചയുണ്ടാവും ആ വണ്ടി. അപ്പോൾ അതുവരെ പോസ്റ്റാണ്. ശരിക്കും ഞാൻ ഈ മറ്റേ ബാക്കട നങ്കൽ റെയിൽവേ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് പ്രീ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്താണ് ഇതൊക്കെ. പക്ഷെ അതില്ലെന്ന് പറഞ്ഞതിന് കാര്യമില്ലല്ലോ. ഇനി എങ്ങും പോകാനും പറ്റത്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് മാറി ദയാൽ ഹോട്ടൽ തന്നെ ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടെയാണ് മുറി എടുത്തിരിക്കുന്നത്. ഗോയബിബ് വഴി ബുക്ക് ചെയ്തൊരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് രാത്രി കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന മുറി. 2300 രൂപയാണ് ഈ മുറിക്കാര്. നല്ല മുറിയാണ്. ഈ ഇവിടുത്തെ അത്യാവശ്യം കൊള്ളാമെന്നൊരു ഹോട്ടൽ ഒരെണ്ണമാണിത്. നോക്കിയിട്ട് കണ്ടുപിടിച്ച് അത്യാവശ്യം കൊള്ളാമെന്ന് നോക്കി നമ്മൾ എടുക്കുന്നത് എപ്പോഴും. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, പുറത്തെ ഇതൊക്കെ കാണാൻ പറ്റും. അതാണ് മെയിൻ റോഡ്. കുറേ മലകളൊക്കെ കാണാൻ പറ്റും. ഹിമാചൽ പ്രദേശല്ലേ, നമ്മുടെ ഇടുക്കി പോലെ തന്നെ ഫുൾ മലയാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളെ ആ ബാക്കട നങ്കൽ റെയിൽവേയുടെ ആ ലോക്കോയും സംഭവങ്ങളും മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ആ യാത്ര നമുക്ക് നടത്താൻ പറ്റിയില്ല. അത് വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇതറിയാനൊരു വകയില്ല. അതാണ് മെയിൻ സംഭവം. ഓടുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ ഒരു വകയില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മളിനി ഉനയിൽ നിന്നും ജിന്ദ് വരെയുള്ള യാത്രയാണ്. ദൗലത്പൂർ ചൗക്ക് ഗാന്ധിനഗർ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ ലൈനാണ്. ഓൾമോസ്റ്റ് ചണ്ഡീഗഡ് വരെയൊക്കെ സിംഗിൾ ലൈനാണ്. അവിടെ നിന്ന് പിന്നെ ഡബിൾ ലൈനൊക്കെയാണ്. അപ്പോൾ അതൊരു വെറൈറ്റി യാത്ര ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജിന്ദ് പോയിട്ട് അതിൻ്റെ അടുത്ത വീഡിയോ നമ്മുടെ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ വീഡിയോ ആണ്. ജിന്ദ് ടു സോണിപ്പെട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഋഷികേശ് പോകും. നമ്മൾ ഋഷികേശ് ട്രിവാൻഡ്രം കൊടുത്തു. അത് ഋഷികേശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വെസ്റ്റേൺ റെയിൽവേ ഭാഗമുണ്ടല്ലോ, അതായത് ഗുജറാത്ത് ഭാഗത്തൊക്കെ മഴ കാരണം അവിടെ വീണ്ടും വെള്ളപ്പൊക്കം സീനൊക്കെ ആയി. അപ്പോൾ ഇന്നലെ വിട്ട KSK ഒക്കെ ഡൈവേർട്ടായാണ് പോകുന്നത്.
നമ്മൾ പോകുമ്പോഴും സീനുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡിലേ കിട്ടും. ഒന്നാമത് ആ വണ്ടിയിൽ പാൻട്രി പോലും ഇല്ല യോഗനഗരിയിൽ. വൻ സീനാവും. ഡൈവേർട്ടായി പോവാതെ നേരെയുള്ള വഴി കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്താവുമെന്ന് കണ്ടറിയാം. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.